പ്രസിദ്ധമായ അങ്കമാലി ഭദ്രാസനം അദ്ദേഹത്തിന്റെ ആത്മീയ മക്കൾ തീർത്ഥയാത്രയായി അദ്ദേഹത്തിന്റെ കബറിംഗിലേക്ക് കടന്നു വരികയാണ്. മലങ്കര സഭയുടെ സ്വാതന്ത്ര്യത്തിനും അഖണ്ഡതയ്ക്കും സ്വയം ശീർഷകത്വത്തിനും വേണ്ടി ത്യാഗോജ്വലമായ നേതൃത്വം നൽകിയ ആ വന്യ പുരോഹിതൻ, മഹാപുരോഹിതൻ, ആരാധന, വിശ്വാസം, പാരമ്പര്യം എന്നിവയിൽ സധൈര്യം ഉറച്ച നിലപാടെടുത്ത ആ പുണ്യവാൻ അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന ദേവലോകത്തെ അദ്ദേഹത്തിന്റെ കബറിംഗിലേക്ക് 50ാമത് ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ചുള്ള തീർത്ഥയാത്രയാണ് ഈ വഴിത്താരകളെ ധന്യമാക്കിക്കൊണ്ട് കടന്നു വരുന്നത്. ആ പരിശുദ്ധ ബാബയ്ക്ക് ജന്മം നൽകിയ അങ്കമാലി ഭദ്രാസനത്തിലെ അദ്ദേഹത്തിന്റെ ആത്മീയ മക്കൾ, അങ്കമാലി ഭദ്രാസന മെത്രാപ്പൊലീത്ത അഭിമന്യ യൂഹാനോന്മാർ പോളിക്കാർപ്പോസിനിയുടെ നേതൃത്വത്തിൽ ഇതാ തീർത്ഥയാത്രയായി കടന്നു വരികയാണ്. പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായ സ്ഥാപിതമായ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ 4ാമത് കാതോലിക്കയായിരുന്ന പരിശുദ്ധ ഔഗേൻ പ്രഥമൻ കാതോലിക്ക ബാവയുടെ 50ാമത് ശ്രാദ്ധ പെരുന്നാളിനോടനുബന്ധിച്ച് ആ പരിശുദ്ധന്റെ കബറിംഗിലേക്ക് നടത്തുന്ന തീർത്ഥയാത്രയാണ് ഇതുവഴി കടന്നു വരുന്നത്. അങ്കമാലി ഭദ്രാസന ഓർത്തഡോക്സ് യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ ഈ തീർത്ഥയാത്ര സംഘടിപ്പിച്ചിരിക്കുന്നു. പരിശുദ്ധ ഔഗേൻ ബാവയുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ അങ്കമാലി ഭദ്രാസനവും അദ്ദേഹത്തിന്റെ ആത്മീയ മക്കൾ അദ്ദേഹത്തിന്റെ കബറിംഗിലേക്ക് തീർത്ഥയാത്രയായി കടന്നു വരികയാണ്. മലങ്കര സഭയുടെ സ്വാതന്ത്ര്യത്തിനും അഖണ്ഡതയ്ക്കും സ്വയം ശീർഷകത്വത്തിനും വേണ്ടി ത്യാഗോജ്വലമായ നേതൃത്വം ആരാധന, വിശ്വാസം, പാരമ്പര്യം നിലപാടെടുത്ത പുണ്യമാണ് അദ്ദേഹം. ഇടയ്ക്കൊന്ന് ചായ കുടിക്കാൻ